ലതീഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അപകടമുഖത്ത് എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് വരുന്നത്? ഈ 11 പേർക്കായുള്ള തെരച്ചിലും അല്ലെങ്കിൽ ഇനിയുള്ള രക്ഷാപ്രവർത്തനവും ഒക്കെ ഏതൊക്കെ അർത്ഥത്തിലാണ് നിൽക്കുന്നത്? അജിംഷാദ്, എത്ര പേരെ ഇനി കണ്ടെത്താനുണ്ട് എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ കമ്പനി അധികൃതരിൽ നിന്നും അല്ലെങ്കിൽ അവർ നേരത്തെ പറഞ്ഞത് 18 പേർ എന്നാണ്. 18 പേരിൽ 7 പേർ ആശുപത്രിയിലുണ്ട്, 4 മൃതദേഹങ്ങൾ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ 7 പേരെങ്കിലും ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാതെ മറ്റേതെങ്കിലും വിനോദസഞ്ചാരികളോ മറ്റോ ഇതുവഴി വാഹനത്തിൽ പോകുന്ന ഘട്ടത്തിൽ ഇത് അതെ 11 പേരെ കണ്ടെത്തി എന്നാണ് നമുക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയുക. ഇനി ഉള്ള ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് ഇവിടെ നിന്നും ചില ആളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു 4 പേരെങ്കിലും ഇനിയും കണ്ടെത്താനുണ്ട്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ജീവനക്കാരായ 4 പേരെയെങ്കിലും ഇനി കണ്ടെത്താനുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിലൊന്നും ഒരു സ്ഥിരീകരണം, കൃത്യമായ കണക്കുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് എത്ര പേരുണ്ടായിരുന്നു എന്നതൊക്കെ അറിയാവുന്ന ആളുകളാണ് ഈ മണ്ണിനടിയിൽ പെട്ടുപോയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ആളുകൾക്കായുള്ള തിരച്ചിൽ സജീവമായി തന്നെ പുരോഗമിക്കുന്നു. ഒപ്പം ഈ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നത് വലിയ ദുഷ്കരമാണ്. ഈ മീനാക്ഷി പാലം ഉൾപ്പെടെ മണ്ണ് മൂടിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതും കുട്ടികളൊക്കെ രക്ഷിതാക്കളൊക്കെ പ്രതികരിച്ചതും പുത്തുമല ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ അവിടെ നിന്നും രാവിലെ ഇവിടെ നിന്ന് ജോലിക്ക് പോയ ആളുകളും സ്കൂളിലേക്ക് പോയ കുട്ടികളും ഒക്കെയാണ് തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. അവരെ അവിടെ നിന്നും നടത്തി കൊണ്ടുവരികയാണ്. കാരണം വാഹനം പോകാൻ നിലവിൽ ഒരു സംവിധാനവും നിലവിലില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വശത്ത്, അതായത് മേപ്പാടിയിൽ നിന്നും വരുന്ന ഭാഗത്താണ് എക്സ്കവേറ്ററുകളും അതേപോലെ തന്നെ JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ലോറിയും ഒക്കെ ഉള്ളത്. മറുഭാഗത്ത് നമ്മളിവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് ഒരു 2 JCB ഉണ്ട്. അവിടെയും മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ റോഡുമായി ബന്ധപ്പെട്ട് അവിടെയും നടക്കുന്നുണ്ട്. ഈ കോൺക്രീറ്റ് സ്ലാബ് ഉൾപ്പെടെ ഉള്ള ഭാഗങ്ങളാണ് അടർന്ന് മണ്ണിനൊപ്പം താഴേക്ക് പതിക്കുന്ന ഒരു നിലയുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തൊക്കെയുള്ള കൂടുതൽ മണ്ണ് നീക്കം ചെയ്യുക എന്നത് ഏറെ ദുഷ്കരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതിനുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മണ്ണ് നീക്കം ചെയ്യുന്നു, റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി മണ്ണ് നീക്കം ചെയ്യുന്നു. ഈ രക്ഷാപ്രവർത്തനം കണ്ടെത്താനുള്ള ആളുകൾക്കായുള്ള രക്ഷാപ്രവർത്തനവും ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. അജിംഷാദ്, തീർച്ചയായും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നാട് ഒന്നാകെ അവിടെ കൂടി നിൽപ്പുണ്ട്. ദുരന്ത നിവാരണ സേനയുണ്ട്, DYFI പ്രവർത്തകരുണ്ട്, മറ്റ് നാട്ടുകാരൊക്കെ ഉണ്ട് സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി. മാത്രമല്ല കൂടുതൽ JCB മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം അവിടേക്ക് എത്തിക്കുകയാണ്. അവിടെ കൂടുതൽ യന്ത്രങ്ങൾ ആവശ്യമുണ്ട്. മാത്രമല്ല ലതീഷ്, മറ്റൊരു പ്രതിസന്ധി ഉള്ളത് മഴ തുടരുന്നു, ഇരുട്ട് വീഴാൻ പോകുന്നു, കോടമഞ്ഞിറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പ്രതിസന്ധിയായി കാണുന്നത്. മാത്രമല്ല അവിടേക്ക് എത്തുന്ന വാഹനങ്ങൾ അവിടേക്ക് എത്തിക്കുന്നതിന് കൂടുതൽ യന്ത്രങ്ങൾ, രക്ഷാപ്രവർത്തനത്തിലുള്ള യന്ത്രങ്ങൾ അടങ്ങുന്ന വാഹനങ്ങൾ എത്തിക്കുന്നതിനും തടസ്സമുണ്ടല്ലേ? മാർഗം തടസ്സപ്പെടുന്നുണ്ടല്ലോ. അജിംഷാദ്, ഈ 2 ഭാഗത്തും, അതായത് ഇത് ഏകദേശം ഒരു 300-400 മീറ്റർ ദൂരം, ഒരു 300 മീറ്ററെങ്കിലും ദൂരം മണ്ണ് പൂർണ്ണമായും വന്നടിഞ്ഞ് ഈ റോഡ് ഗതാഗതം തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു നിലയാണുള്ളത്. അത് നീക്കം ചെയ്യുക എന്ന ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. കാരണം അപ്പുറത്തു നിന്നും കൂടുതൽ ആളുകളെയൊക്കെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതിനായാണ് ഇത്തരത്തിൽ കൂടുതൽ വാഹനങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നത്, JCB അടക്കമുള്ള വാഹനങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നത്. ഒപ്പം ലോറികളുണ്ട്. അതിൽ മണ്ണ് നീക്കം ചെയ്ത് ഇവിടെ നിന്നും മറ്റു ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നു. NDRFിൻ്റെയും മറ്റും ഫയർഫോഴ്സിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം എന്നുള്ള നിലയിൽ ആളുകൾക്കായുള്ള തിരച്ചിലും ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ആ നിലയിൽ ഈ 2 നിലയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഫയർഫോഴ്സിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട്. ആ നിലയിൽ ആളുകൾ കൂടുതൽ ഇവിടേക്ക് എത്തുന്നത് ഒഴിവാക്കുന്നതിനായി മേപ്പാടിയിൽ ഉൾപ്പെടെ ഗതാഗതം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനവും അതേപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. മഴ അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ ചില സമയങ്ങളിലെങ്കിലും ദുഷ്കരമാകുന്ന സാഹചര്യമുണ്ട്. ചെറിയ മഴയുണ്ട്, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോടമഞ്ഞിറങ്ങുന്ന ഒരു പ്രദേശമാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ ജോഷില വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധിയായി മഴയും വൈകിട്ടുണ്ടാകുന്ന കോടമഞ്ഞും ഒപ്പം അതേപോലെ തന്നെ
ഈ മണ്ണെല്ലാം പൂർണ്ണമായും ചെളിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നീക്കം ചെയ്യുക അത്ര എളുപ്പമല്ല. ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അജിംഷാദ്.